ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 10 ഒന്നാമത്തെ വായന ഭാഗം, ആവർത്തന പുസ്തകം 27 അധ്യായം. മോശെ ഈ ജനത്തോട് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ ഏബാൽ പർവ്വതത്തിൽ, ഏബാലും ഗെരിസീമും 2 പർവ്വതമുണ്ട്, അടുത്തടുത്ത് 2 ഭാഗത്തായിട്ടുള്ള ആ ഏബാൽ പർവ്വതത്തിൽ നിങ്ങൾ കല്ലുകൾ നാട്ടണം. കല്ലുകളെല്ലാം നാട്ടി വെച്ചിട്ട് അതിൽ കുമ്മായം പൂശണം. കുമ്മായം പൂശിയിട്ട് അതിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, അതായത് കൽപ്പനകൾ എഴുതണം. അത് ചെയ്യണം എന്നാണ് അവരോട് പറയുന്നത്. എന്നിട്ട് അവരോട് പറയുന്നു, ഇസ്രായേലിൽ മിണ്ടാതിരുന്ന് കേൾക്കാം. ഇന്ന് നീ നിൻ്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം എന്നും പറഞ്ഞു. ഇത് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2 മലകളുണ്ട്, ഒന്ന് ഗെരിസീം എന്നുള്ളതും ഒന്ന് ഏബാൽ. അപ്പം ഗെരിസീം പർവ്വതത്തിൽ 6 ഗോത്രങ്ങൾ നിൽക്കണം. ഗോത്രങ്ങൾ മുഴുവൻ ആളുകൾ. ഇപ്പുറത്ത് ഏബാൽ പർവ്വതത്തിലും 6 ഗോത്രങ്ങൾ മുഴുവൻ ആളുകൾ നിൽക്കണം. എന്നിട്ട് ലേവ്യർ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കണം. ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ഓരോന്ന് ചൊല്ലുമ്പോഴും ജനം ഒരുമിച്ച് ആമീൻ എന്ന് ഉത്തരം പറയണം. അപ്പം അതാണ് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. ഇതിൽ ഇതാണ്: ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഇത് ഇപ്പോഴല്ല, ഇപ്പോൾ ഇവർ കനാൻ ഇപ്പുറത്ത്, ഈ കനാനിലല്ല, മറിച്ച് യോർദാൻ ഇക്കരെയാണ്. യോർദാൻ കിഴക്ക് വശത്താണ് ഇപ്പോൾ ഇവരുള്ളത്. ഇനി ഈ യോർദാൻ കടന്ന് കനാനിലെത്തണം. അപ്പോൾ കനാനിലെത്തുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് 2 പർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പനെയും അമ്മയെ വെച്ച് നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ലേവ്യർ പറയുമ്പം ജനമെല്ലാം ആർത്ത് പറയണം. എന്ത് പറയണം? ആമേൻ എന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ആമേൻ എന്ന് ജനമെല്ലാം പറയണം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനം ഒരുമിച്ച് ആമേൻ എന്ന് പറയണം. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം, ഇതെല്ലാം ഓരോ ന്യായപ്രമാണത്തിൽ ഓരോ വചനങ്ങളാണ്, ഓരോ കൽപ്പനകളാണ്. അതിൻ്റെ അവസാനം, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഇത് കൃത്യമായി മോശെ ഇവിടെ ഉള്ള കുറച്ച് ദിവസങ്ങളെടുത്തിട്ടാണ്, ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മോശെ ഈ ജനത്തോട്, ഈ പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാനുള്ള ഒരു തലമുറയാണ്. അവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. കാരണം പുറപ്പെട്ടവർ അവിടെ എത്തിയിട്ടില്ല. പുറപ്പെട്ടവർ എല്ലാവരും ഈ മരുഭൂമിയിൽ വെച്ച് 40 വർഷം കൊണ്ട് മരിച്ചു. ഇത് അവിടുന്ന് പുറപ്പെടാത്തതും മരുഭൂമിയിൽ വഴിക്ക് വെച്ച് ജനിച്ചതും ഈ 40 വർഷത്തിനിടയിൽ ജനിച്ചതുമായ പുതിയ തലമുറയാണ് അവിടെ എത്താൻ വേണ്ടി പോകുന്നത്. അവരാണ് പക്ഷേ എത്തിയത്. അപ്പം അനുഗ്രഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചവരാണ് കനാൻ ദേശത്തെത്തി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹത്തോടൊപ്പം അനുഗ്രഹം നിലനിർത്തുവാനും ആ അനുഗ്രഹം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുവാനും വേണ്ട കാര്യങ്ങളാണ് ഇവിടെ മോശെ ഈ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തിരുന്ന കാര്യമല്ല, പല ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. 2ാമത്തെ വായനാഭാഗം, ഉത്തമഗീതം 7ാമത്തെ അധ്യായം. നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തി, എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിൽ എത്തി. അപ്പോൾ എത്തിയിട്ടാണ് പറയുന്നത്, മടങ്ങി വരിക ശൂലേംകാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, നിങ്ങൾ മഹനീമിലെ നൃത്തത്തെ പോലെ ശൂലംകാരത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിൻ്റെ കാലത്തിൽ മനോഹരം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ സ്ത്രീയെ വർണ്ണിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ, ശരീരഭാഗങ്ങളെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ ശരീര അവയവങ്ങളെയും വർണ്ണിക്കുന്നൊരു കാര്യമാണ് താഴോട്ട് നടക്കുന്നത്. നിൻ്റെ ശിരസ് കർമ്മേൽ പോലെയും നിൻ്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിൻ്റെ കുന്തലങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര.
നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കൊല്ലിയോടും ഒക്കുന്നു. അങ്ങനെ ആ ശരീരത്തെ വീണ്ടും അവിടെ വർണ്ണിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അല്ല, മണവാളൻ തന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ കാമുകൻ തന്നെ പറയുന്നത്, ഞാൻ എൻ്റെ പ്രിയന് ഉള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. അങ്ങനല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ കാമുകി പറയുന്നതാണ്, അല്ലെങ്കിൽ മണവാട്ടി പറയുന്നതാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അപ്പോൾ ഈ ഒരു പ്രേമ തരളിതമായ ഒരു റിലേഷൻഷിപ്പ്, അത് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ മാനുഷികമായി അതിനെ തോന്നാം. കാരണം മനുഷ്യനാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. കേവലം മനുഷ്യനായി ആ കഥാപാത്രങ്ങളെ കണ്ടാൽ നമുക്ക് യാതൊരു ഗുണവുമില്ല. വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സുഖം തോന്നുമായിരിക്കും. പക്ഷേ അതല്ല, അതിലുപരിയായി ക്രിസ്തുവിനെയും സഭയെയും കാണാൻ ഇരിക്കുന്ന എനിക്ക് താങ്കൾക്കും കഴിയുന്നുവെങ്കിൽ അത് നമുക്ക് വളരെ അനുഗ്രഹം ഉണ്ടാക്കിത്തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിലവാരത്തിൽ വ്യത്യാസമുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് കാര്യങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ മാറി നിൽക്കുന്നു. നമുക്ക് വേറെ ശ്രേഷ്ഠ തലത്തിലേക്ക് നമ്മൾ തന്നെ മാറുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ഈ സമയത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 23-24 അധ്യായങ്ങൾ. 23 രസകരമായ രണ്ട് കാര്യങ്ങൾ ആദ്യം സംഭവിക്കുന്നത്. ഇപ്പം പൗലോസിനെ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിർത്തിയിരിക്കുകയാണല്ലോ. അങ്ങനത്തെ അവസരം പൗലോസിന് ലഭിച്ചു എന്നുള്ളതാണ്. പൗലോസിനുള്ള കുറ്റം, പൗലോസ് യെരുശലേം ദേവാലയത്തെ തീണ്ടിച്ചു, അതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ തീണ്ടിച്ചു, അല്ലെങ്കിൽ അശുദ്ധമാക്കി എന്നുള്ളതാണ്. അവർക്ക് അസഹനീയമായ മോശയുടെ ന്യായപ്രമാണമാണ്. അതൊരു വലിയ കുറ്റമായി നിൽക്കുകയാണ്. അപ്പം ഒരവസരം കിട്ടി. അപ്പോൾ അങ്ങനെ അവസരത്തിൽ സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടി ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ അനന്യാസ് എന്ന് അടുത്ത് നിന്ന് ഒരുത്തിനോട് പറഞ്ഞു, അവൻ്റെ വായ്ക്ക് അടിക്കാൻ പറഞ്ഞു. പറഞ്ഞത് ഇതല്ലേ, ഞാൻ നല്ല മനസ്സാക്ഷിയോടും ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന്, ഇത്രയും കുറ്റം ചെയ്തിട്ട് എന്നുള്ളതാണ് പറയാൻ, അവൻ്റെ വായ്ക്കടിക്കാൻ. പൗലോസ് പറഞ്ഞു, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിക്കാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പൗലോസ് പറയാണ്. അപ്പോൾ അരികെ നിൽക്കുന്നവർ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് പറയാണ്, അയ്യോ സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മഹാപുരോഹിതൻ്റെ വേഷത്തോടെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. മഹാപുരോഹിതൻ്റെ വേഷം കണ്ടാൽ മഹാപുരോഹിതനെന്ന് അറിയാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അന്ന് വേഷമില്ലാതായിരിക്കും അവിടെ വന്നിരുന്നത്, അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ പൗലോസ് പറയുന്നത്, നിൻ്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പൗലോസിന് മനസ്സിലായ മറ്റൊരു കാര്യം, ഇവിടെ സദൂക്യരും പരീശന്മാരും രണ്ട് കൂട്ടരവിടെ ഉണ്ട്. ആ കൂട്ടരിൽ സദൂക്യർ ഈ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഒക്കെ കാര്യത്തിൽ ഈ പരീശന്മാരും സദൂക്യന്മാരും രണ്ട് അഭിപ്രായമുള്ളവരാണ്. പുനരുത്ഥാനവും ഇല്ല, ദൂതനും ഇല്ല, ആത്മാവും ഇല്ല എന്നൊക്കെയാണ് സദൂക്യർ പറയുന്നത്. പരീശന്മാരോ രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും അതുപോലെ ദൂതനെ സംബന്ധിച്ചും പുനരുത്ഥാനത്തെ സംബന്ധിച്ചുമുണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിലായിട്ടാണ് പറയുന്നത്, ഞാനൊരു പരീശന്മാരുടെ മകനുമാകുന്നു, മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം പരീശന്മാർക്ക് ചെറിയൊരു താല്പര്യം. അവൻ പരീശനാണ്, അപ്പോൾ അവന് പുനരുത്ഥാനത്തെ കുറിച്ച് ഉള്ള കാര്യത്തെ സംബന്ധിച്ചാണെന്ന് പറയുന്നു. അവന് നമ്മളും പുനരുത്ഥാനം ഉണ്ടാകാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണല്ലോ. അപ്പോൾ പരീശപക്ഷം പൗലോസിനോട് ചെറിയൊരു അനുഭാവം കാണിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഛിദ്രമുണ്ടായി, ഇവർ തമ്മിൽ വഴക്ക് പോലെയായി. അങ്ങനെ അവർ വലിയ നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാർ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യൽ ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല, ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പൗലോസിന് അനുകൂലമായിട്ട് പരീശന്മാരിൽ ചിലർ സംസാരിച്ചു. അങ്ങനെ ഒരു വലിയ അവിടെ ഒരു ഇടച്ചിലായി.
പൗലോസിനെ കൊന്നുകളയും അല്ലെങ്കിൽ ചീന്തിക്കളയുമെന്ന് ശതാധിപൻ പേടിച്ചിട്ട് പടയാളികളെ ഇറക്കി അവരുടെ ഇടവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിലേക്ക് കൊണ്ടുപോയി. പിന്നെ കോട്ടയിലാണ്. പിന്നെ ആ സംഭവം അവിടെ തീർന്നു. രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കർത്താവ് അടുക്കൽ വന്ന് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ്. റോമ എവിടെയാണ്? എത്രയോ ദൂരെയാണ്. മാത്രമല്ല റോം എന്ന് പറയുന്നതാണ് ഈ ഇന്നിപ്പോഴത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ കൈസർ ഇരിക്കുന്ന സ്ഥലം. അവിടെ നീ എനിക്ക് സാക്ഷീകരിക്കേണ്ടതാണ്, എന്നെ സാക്ഷീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സുവിശേഷത്തെ സാക്ഷീകരിക്കേണ്ടത്, ക്രിസ്തുവിനെ സാക്ഷീകരിക്കേണ്ടതാണ് എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ അവിടെ യഹൂദന്മാരിൽ ഒരു 40 പേരിലധികം ആൾക്കാർ ഇനി പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ല എന്നൊരു ശബ്ദമെടുത്തു. അത് എന്നിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ആ വിവരവും പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടി പൗലോസിനെ ന്യായവിസ്താരത്തിനായിട്ട് ഒന്ന് അപേക്ഷിച്ചിട്ട് അവനെ ഒന്ന് ന്യായവിസ്താരത്തിന് കൊണ്ടുവരാൻ പറയും. കൊണ്ടുവന്ന അവനെ എത്തുന്നതിന്, ന്യായവിസ്താരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ അവൻ്റെ മേൽ ചാടി വീണ് അവനെ കൊല്ലും എന്ന് അതിൻ്റെ അവസരം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനുള്ള അവസരം ഉണ്ടാക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഈ പൗലോസിൻ്റെ സഹോദരിയുണ്ട്, സഹോദരിയുടെ മകനത് അറിഞ്ഞിട്ട് നേരെ പോയി ശതാധിപനോട് പോയി പറഞ്ഞു. ശതാധിപൻ സഹസ്രാധിപനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യൻ കുട്ടി വന്നിട്ടുണ്ട്, അവൻ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ സഹസ്രാധിപൻ മാറ്റി നിർത്തി പറഞ്ഞു, അപ്പം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് അവനെ നാളെ ന്യായാധിപസംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിക്കരുത്, അവരിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവർ വീണ്ടും ന്യായാധിപ സംഘത്തിന് മുമ്പ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതെന്ന് പറയും. നീ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ സഹോദരൻ്റെ മകനെ സഹസ്രാധിപൻ പറഞ്ഞയച്ചു. അപ്പോൾ ഇത് വേറെ ആരും അറിഞ്ഞില്ല, സഹസ്രാധിപൻ മാത്രമേ ഈ വിഷയം അറിഞ്ഞുള്ളൂ. അപ്പോൾ ആ രാത്രിയിൽ തന്നെ അപ്പം കൈസരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള 200 കാലാളെയും കൽപ്പിച്ചിട്ട് യൗവനക്കാർ, അതായത് പിന്നെ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകാൻ 200 കാലാളെയും 70 കുതിരച്ചേകവരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാനാണ്. ഫെലിക്സാണ് അവിടെ ദേശാധിപതി. ഈ നമ്മുടെ പീലാത്തോസൊക്കെ പോലെ തന്നെ ഉള്ള ഒരു ദേശാധിപതിയാണ്. 4 ദേശാധിപതികളിൽ ഒരാൾ ഫെലിക്സ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഫെലിക്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാനാണ് ഈ 200 കുന്തക്കാരെ ഒരുക്കുവൻ എന്ന് പറയുന്നത്. അപ്പം എത്ര ആൾക്കാർ വന്നാലും അവരോട് പിടിച്ചു നിൽക്കാൻ ഈ ആൾക്കാർ കഴിയും. അപ്പോൾ പൗലോസിനെ കയറ്റി ദേശാധിപതി ഫെലിക്സിൻ്റെ അടുത്ത് ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംഭരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ച് കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്ന് അറിഞ്ഞ്, അപ്പോൾ റോമാ പൗരനായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്, അല്ലെങ്കിൽ അവിടെ ന്യായവിസ്താരം കഴിയേണ്ടതായിരുന്നു. അപ്പോൾ റോമാ പൗരൻ എന്ന് അറിഞ്ഞ് പട്ടാളത്തോടും നേരിട്ടും അവനെ വിടുവിച്ച് അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിന് ചങ്ങലയ്ക്ക് യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുകയും തുമ്പ് കെട്ടിയപ്പോൾ ഞാൻ തക്ഷണം അവനെ നിൻ്റെ അടുക്കലേക്ക് അയച്ചതാണ്. അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പാൻ വാദികളോട് കൽപ്പിച്ചു വിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. ഇത് അവിടുന്ന് വന്ന സഹസ്രാധിപൻ പറയുന്നതായിരിക്കണം. സഹസ്രാധിപനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ അവിടെ വരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനൊരു കാര്യം ഫെലിക്സ് ദേശാധിപതിയോട് പറയാണ്. പൗലോസിനെ അവിടെ കൂട്ടിക്കൊണ്ട് കോട്ടയിലേക്ക് മടങ്ങി വന്നു. കൈസരിലെത്തി ദേശാധിപതിക്ക് എഴുത്ത് കൊടുത്ത് പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി. അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു. കിലിക്കിയക്കാരനെന്ന് പറഞ്ഞ് കേട്ടാറെ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് തടവിലാക്കി. തടവിലെന്ന് പറഞ്ഞാൽ ആ ഹെരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. ഇവിടെ 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതന്മാര 24-ാം അധ്യായം 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുലോസ് എന്ന വ്യവഹാരജ്ഞരോടും കൂടി വന്നു. അനന്യാസ് മഹാപുരോഹിതനാണ് കേട്ടോ. ശരി, ഞാൻ നേരത്തെ വായിച്ചതിലൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനന്യാസ് എന്ന് പറയുന്നതാണ് മഹാപുരോഹിതൻ. ഇപ്പോൾ ആളുകളോടൊക്കെ കൂടെ വന്നു. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെക്കുകയാണ് ഇവിടെ. അപ്പം എല്ലാ അന്യായങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, രാജശ്രീ ഫെലിക്സ്
ഫെലിക്സെ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും. ആരാണ്? ഈ വന്ന ന്യായാധിപ സംഘത്തിലുള്ളവരാണ് ഈ പറയുന്നത്. നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടി അംഗീകരിക്കുന്നു. എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ അസഹ്യപ്പെടുത്താതെ ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് പറയാണ്. നസ്രായ മതത്തിന് മുമ്പിനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. അവൻ ഞങ്ങളെ പിടിച്ചു. ഞങ്ങളുടെ ന്യായപ്രമാണം വിസ്തരിപ്പാൻ വിചാരിച്ചു. എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് അവനെ വളരെ ബലപ്പത്തോടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവന് വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അപ്പം പൗലോസിനോട് പറയാം, നിനക്ക് സംസാരിക്കാം. അപ്പം നീയാണല്ലോ കുറ്റക്കാരൻ. അപ്പോൾ കുറ്റക്കാരൻ എപ്പോഴും അവൻ്റെ ഭാഗം വിശദീകരിക്കാൻ ന്യായം പറയാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ പറയാനുള്ള അവസരം ലഭിച്ചു. എന്നിട്ട് പൗലോസ് പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതി ആയിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാനിപ്പോൾ യെരുശലേമിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 12 നാളിലധികമായില്ല എന്ന് നിനക്കറിയാമല്ലോ. ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും ബാധിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഈ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല. ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം മുമ്പാകെ തെളിയിപ്പാൻ അവരുടെ കയ്യിൽ അവർക്ക് തെളിയിക്കാനായിട്ട് സംഗതിയൊന്നുമില്ല. മതഭേദം എന്നിവർ പറയുന്ന മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുന്നതെന്ന് ഇവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളെ കൊണ്ട് ഞാൻ ദേവാലയത്തിൽ വന്ന കാര്യവും അതായത് യെരുശലേം ദേവാലയത്തിൽ വന്ന കാര്യവും അത് കലഹത്തോടു കൂടിയൊന്നുമല്ല ഞാൻ വന്നത്. അങ്ങനെ വന്നപ്പോൾ യഹൂദന്മാർ എനിക്കെതിരെ ഒത്തുകൂടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട് വെച്ച് പറയാം. അപ്പം ഈ മരിച്ചവരുടെ പുനരുദ്ധാരത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയട്ടെ എന്നും പൗലോസ് പറയുന്നു. ഈ ഫെലിക്സ് രാജപതിക്ക് ഈ സംഗതിയെ സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സൂക്ഷ്മമായി ഇയാൾക്ക് അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ച് ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് അവനോട് ദയ കാണിക്കാനും സ്നേഹിതന്മാർ വന്നവനെ ശുശ്രൂഷിക്കുന്നത് വിരോധിക്കണ്ട, അവൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് കാണുന്നതിന് കണ്ടോട്ടെ എന്നും അവസരം കൊടുത്ത് ആക്കി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു പൗലോസിനെ വരുത്തി ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചൊക്കെ പ്രസംഗം കേട്ടു. അവിടെ വെച്ച് നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ഫെലിക്സ് വല്ലാതെ ഭയപരവശനായി. എന്നിട്ട് തൽക്കാലം പോവാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പൗലോസ് ഓരോ പ്രാവശ്യം ഇതുപോലെ കാണുമ്പം എന്തെങ്കിലും പണം കൊടുക്കും എന്ന് ആശിച്ചിരുന്നിരിക്കാം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിച്ചു ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി. 2 വർഷം കഴിഞ്ഞിട്ട് ഫെലിക്സ് പിൻവാഴി. അപ്പോൾ 2 വർഷം ആ തടവിലുണ്ടായിരുന്നതാണ് നമ്മൾ വായിക്കുന്നത്. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പൊർക്കിയോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുകയാണെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ച് തന്നെ പോയി. അപ്പോൾ തടവുകാരനായിട്ട് തന്നെ വിട്ടിട്ട് ഇപ്പോൾ 2 വർഷത്തിലധികമായി ഇപ്പം പൗലോസ് അപ്പോസ്തലൻ തടവിലാണ് ഈ ഫെലിക്സ് ദേശാധിപതിയുടെ അവിടെ എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്നു. അപ്പം സംഭവബഹുലവും കഷ്ടം. ഈ 2 വർഷം പുറത്താണെങ്കിൽ പൗലോസ് എന്നൊരാളിനെ സംബന്ധിച്ച് ദൈവവചന ശുശ്രൂഷ, സുവിശേഷ പ്രഘോഷണം എത്ര ശക്തമായിട്ട് എത്ര മേഖലകളിൽ എവിടെല്ലാം ദേശങ്ങളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ 2 വർഷം അങ്ങനെ പാഴായിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ സുഹൃത്തുക്കളൊക്കെ വരാനും ഒക്കെ ഉള്ള സഹോദരന്മാർ വന്ന് കാണാനുമുള്ള കാര്യത്തിൽ തടസ്സമില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസിന് ചില കാര്യങ്ങൾ കുറച്ചൊക്കെയെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അപ്പം അങ്ങനെ പൗലോസിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ആ മേഖലകളിൽ അവർ വന്ന് കണ്ട ആൾക്കാരുടെയൊക്കെ
അവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അവരെയൊക്കെ കൊണ്ട് അവരാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൗലോസിന് കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ പൗലോസ് ആയതുകൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കില്ല. പൗലോസിൻ്റെ ഈ ശുഷ്കാന്തിയും ഈ എരിവും നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ആ കഷ്ടങ്ങളൊക്കെ വരുമ്പോഴും ഇട്ടിട്ട് പോകാതെ, അല്ലെങ്കിൽ മടുക്കാതെ, ഭയന്നു പോകാതെ, അതീവ അമാനുഷികമായ ധൈര്യത്തോടെ, ഒരു മനുഷ്യനും കാണിക്കാത്ത ധൈര്യത്തോടെ നിൽക്കാൻ ദൈവം പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചിട്ടുണ്ട്, കഷ്ടങ്ങളുടെ മധ്യേയും എന്നുള്ളത് നമ്മൾ കാണണം. അപ്പം ഇത് നമുക്കൊരു മാതൃകയായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വെറുതെ വായിച്ചു പോകുന്ന, അല്ലെങ്കിൽ കഥ മനസ്സിലാക്കുന്ന, സംഗതികൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഗ്രഹിച്ചെടുക്കാനുള്ളത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൗലോസാകാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിന് വളരെ പ്രസാദകരമായ കാര്യമായിരിക്കും. ഇന്നത്തെ 3 വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം താങ്കളെയും എന്നെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് ഈ വായനയുമായിട്ടിരിക്കാൻ ഇടയാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. നന്ദി.